ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ നോമ്പിന്റെ 22-ാം ദിവസത്തിലേക്ക് നാം കടക്കുകയായി. ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വേദപുസ്തകം നമ്മെ അനേക ഭാഗ്യാവസ്ഥകളെ കുറിച്ച് പഠിപ്പിക്കുന്നു. ഇവിടെ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. രണ്ട് വാക്കുകളും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഒന്ന് ആശ്രയിക്കുക, രണ്ട് ആശ്രയം ആയിരിക്കുക. മനുഷ്യരാശി മുഴുവൻ നാം പരിശോധിച്ചാൽ ഒന്നല്ല എങ്കിൽ മറ്റൊരു തരത്തിൽ നാം പലതിനെയും ആശ്രയിക്കുന്നവരാണ്. സങ്കീർത്തന പുസ്തകം 118-ാം അധ്യായം 8-ഉം 9-ഉം വാക്യത്തിൽ കൂടി നാം ഇങ്ങനെ കാണുന്നു: മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യരിൽ ആശ്രയം വെക്കരുത് എന്നല്ല, പിന്നെയോ അതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. പ്രഭുക്കന്മാരിൽ ആശ്രയം വെക്കരുത് എന്നല്ല, അതിനേക്കാൾ യഹോവയിൽ ആശ്രയം വെക്കുന്നത് നല്ലത് എന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിമിതികൾ ഏറെയുള്ളവനാണ്. അവന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ അവന് പ്രവർത്തിപ്പാനായി കഴിയുകയുള്ളൂ. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവൃത്തികൾക്ക് പരിധികൾക്കും പരിമിതികൾക്കും അപ്പുറമാണ്. അത് അനുഭവവേദ്യമാക്കുന്ന ഭക്തൻ പറയും, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. 1 ശമൂവേൽ 17-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെയും ദാവീദിനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മല്ലനായ ഗോലിയാത്തിനെ കണ്ട് ഭയന്ന ഇസ്രായേലർക്ക് മുന്നിൽ ദാവീദ് ഗോലിയാത്തിനെ യുദ്ധത്തിനായി വെല്ലുവിളിക്കുകയാണ്. ഈ വെല്ലുവിളിയെ ശൗൽ രാജാവ് കേട്ടപ്പോൾ ദാവീദിനെ ആൾ വിട്ട് വിളിപ്പിച്ച് അവന്റെ ബാല്യകാല സംഭവങ്ങളെ ശ്രദ്ധയോടെ കേട്ടു. ദാവീദ് ശൗൽ രാജാവിന് ധൈര്യം നൽകുകയാണ്. 1 ശമൂവേൽ 17-ാം അധ്യായം 32-ാം വാക്യം: ഇവന്റെ നിമിത്തം ആരും പേടിക്കണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. പിന്തിരിപ്പിക്കാൻ ശൗൽ രാജാവ് ശ്രമിക്കുന്നുണ്ട് എങ്കിലും ദാവീദ് തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നില്ല. ഇത് കണ്ടിട്ട് ശൗൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 17-ാം അധ്യായം 37-ാം വാക്യം: ചെല്ലുക, യഹോവ നിന്നോട് കൂടെയിരിക്കും. ദാവീദോ ഒരു സാധാരണ മനുഷ്യനെ പോലെ യുദ്ധക്കളത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. തന്റെ ശത്രുവിനോട് പൊരുതുവാൻ അവന്റെ കയ്യിൽ ഒരു വടിയും 5 മിനുസമുള്ള കല്ലും ഇടയസഞ്ചിയായ പൊക്കണവും ഒരു കവണയുമല്ലാതെ അവന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ദാവീദിനെ കണ്ട മാത്രയിൽ ഗോലിയാത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 17-ാം അധ്യായം 43-ാം വാക്യം: നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായി കൊടുക്കും. ഇത് കേട്ട ദാവീദ് പറയുകയാണ്, ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ ഞാൻ വരുന്നു. യഹോവ ഇന്നു നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും.
തന്നെ നേരിടുവാനായി വരുന്ന ഗോല്യാത്തിനെ കണ്ടപ്പോൾ അവൻ സഞ്ചിയിൽ കൈയിട്ടു, ഒരു കല്ലെടുത്ത് കവണിയിൽ വെച്ചു വീശി ഫെലിസ്ത്യന്റെ നെറ്റിക്കെറിഞ്ഞു, അവൻ കവണ്ണു വീണു എന്ന് വചനം സാക്ഷീകരിക്കുന്നു. ദാവീദ് ഒരിക്കലും തന്റെ മുമ്പിലുള്ള പ്രതിസന്ധികളെ വലുതായി കണ്ടില്ല. പിന്നെയോ താൻ ആശ്രയിക്കുന്ന ദൈവത്തിൽ ശരണപ്പെട്ടു. ദൈവം അവന് ആശ്രയമായിരുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ഈ നോമ്പുകാലം യഹോവയിൽ ആശ്രയം വെച്ച് ജീവിക്കുവാൻ നമുക്ക് സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ ധ്യാന ചിന്തകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ധ്യാനിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ഈ നോമ്പുകാലം കർത്താവേ, നിന്നിൽ ആശ്രയം വെച്ച് ജീവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ. അസമാധാനത്തിൽ കഴിയുന്ന ലോകരാഷ്ട്രങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നിന്റെ തിരുസന്നിധിയിൽ സമാധാനത്തോടെ വർത്തിപ്പാൻ തക്കവണ്ണം നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. മാനോടുന്ന് മഹത്വമോടുന്ന് സർവ്വതും യേശുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.